സാറേ, ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ വിഷയം അതെങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു തരത്തിലും അടിയറവ് പറയില്ല എന്നുള്ള നീക്കത്തിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ട്രംപും ഇസ്രായേലും തമ്മിലുള്ള നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഖമനേയിയെ തീർത്ത് കളയുമെന്നൊക്കെ അമേരിക്ക വീമ്പിളക്കുന്നുണ്ട്. അപ്പോഴും ഖമനേയി പറയുന്നു, എന്നെ തീർക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ രണ്ടിനെയും തീർത്തിട്ടേ പോകുള്ളൂ എന്നാണ് ഇസ്രായേലിനോടും അമേരിക്കയോടും പറയുന്നത്. അപ്പോൾ ഇറാന്റെ ഈ ഒരു നീക്കം ഇത് ഇസ്രായേലിനായാലും അമേരിക്കയായാലും എങ്ങനെയാകും പ്രതിരോധത്തിലാക്കുന്നത്? ചുമ്മാ വലിയ ഗൗരവമൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ ട്രംപിൻ്റെ ഓരോരോ തമാശകൾ, അപ്പച്ചൻ്റെ ഓരോരോ തമാശകൾ എന്ന് പണ്ട് സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതിനപ്പുറം ഒരു കാര്യമില്ല. ഇപ്പോൾ മസിൽ പിടിച്ചുമൊക്കെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊക്കെ ശക്തിയൊന്നും ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. ദുർബലമാണ് സാമ്പത്തികമായും സൈനികമായ ആ രാജ്യം. അതുപോലെ തന്നെ സഖ്യപരമായും തന്ത്രപരമായും ദുർബലമാണ് ആ രാജ്യം. ഒരു ചുക്കും ചെയ്യാനില്ല അമേരിക്ക ആരെയും. ഇപ്പം നോക്കൂ, അവരുടെ തന്ത്രം പക്ഷേ നീർക്കോലി എന്ന് പറഞ്ഞൊരു പാമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാവം, ഒരു വിഷവുമില്ലാത്ത സാധു പാമ്പാണ്. കിണറ്റിലുമൊക്കെ കാണും. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നൊരു ചൊല്ലൊക്കെ ഉണ്ട് നാട്ടിൻ പുറത്ത്. അങ്ങനെ ഒരു സാധനമാണ് ഈ നീർക്കോലി. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ, ഈ നീർക്കോലിക്ക് നീർക്കോലിയാണെന്നൊന്നും അല്ല വിചാരം. അവൻ ഇങ്ങനെ പത്തി വിരിച്ചാണെന്നുള്ള അവൻ നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി കമൗഫ്ലാഷ് ചെയ്യുന്ന മൂർഖൻ പാമ്പാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൻ പത്തിയൊക്കെ ഒന്ന് വിടത്തി കൊള്ളാം എന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു വന്നു, മൂർഖൻ്റെ ഭാവത്തിൽ അവൻ വന്ന് മുന്നേ നിന്നു. എന്നാൽ ശരി, നീ ചെയ്യുന്ന കാണട്ടെന്നും പറഞ്ഞ് കുറച്ച് ചരൽ വരിച്ച് അങ്ങോട്ട് ഇറങ്ങി. നീ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത് നിന്നുണ്ട്. അവൻ വാലും വളച്ചോണ്ട് ഒറ്റ ഓട്ടമാണ്. ഒറ്റ ഓട്ടമാണ്. പോയി കണ്ടം വഴി ഓടിക്കളഞ്ഞു. ഇത്രയേ ഉള്ളൂ അവൻ്റെ ധീരൻ. ഇത്രയേ ഉള്ളൂ ട്രംപ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം വലിയ പ്രക്ഷോഭവും കലാപവും രാജ്യത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇന്ത്യക്ക് അനുവദിച്ച ഈ ചുങ്കത്തിലെ സൗജന്യം ഉപയോഗിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ലോട്ടറി അടിച്ച പോലെ അത്. കാരണം നമ്മളാണ് മസിൽ പിടിച്ചു നിന്നത്. നമുക്ക് മസിലുണ്ട്. 150 കോടി ജനങ്ങൾ നമ്മുടെ മസിലാണ്. നമ്മുടെ 4ാം സ്ഥാനം, സാമ്പത്തിക രംഗത്തെ 4ാം സ്ഥാനം നമ്മുടെ മസിലാണ്. ഈ മസിൽ പിടിച്ചുകൊണ്ട് നമ്മൾ നിന്നു. ട്രംപ് അവസാനം വഴങ്ങി 500% ഏർപ്പെടുത്തി കഴിയുമെന്നൊക്കെ പറഞ്ഞ ട്രംപ് ചുരുങ്ങി അട്ട ചുരുളുന്ന പോലെ ചുരുങ്ങി അവസാനം കൊണ്ടുവന്ന് 18% ഒത്തുതീർപ്പായി, കോംപ്രമൈസായി. എങ്ങനെ? അതാണ് ഈ രാഹുൽ ഗാന്ധി കോംപ്രമൈസ്ഡ്, മോദി കോംപ്രമൈസ്ഡ്. ഈ കോംപ്രമൈസ്ഡ് ഡൊണാൾഡ് ട്രംപ്. അതാണ് സംഭവിച്ചത്. നമ്മുടെ വ്യവസ്ഥയ്ക്ക് വിധേയമായി കൊണ്ട് കരാറിൽ ഒപ്പിടാൻ പോവുക. ചട്ടക്കൂട് തയ്യാറായി. ഇന്ത്യക്ക് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ നമ്മൾ ഈ പറയുന്ന സമയത്ത് ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇന്ത്യയുടെ കർഷകർക്ക് വമ്പിച്ച നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പാവം, ഈ പാവപ്പെട്ട കർഷകരൊന്നും നന്നാവാൻ സമ്മതിക്കത്തില്ല ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന വിവരദോഷികൾ. നമ്മുടെ കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, അതുപോലെ തന്നെ വെളിച്ചെണ്ണ അമേരിക്കയിലേക്ക് അയക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ അടയ്ക്ക, പാക്കുണ്ടോ അടയ്ക്ക കർഷകർക്ക് എല്ലാം നന്മകൾ ചെയ്യുന്ന ഒരു പാക്കേജാണിത്. മനസ്സിലായോ? ആ കർഷകരെ സഹായിക്കുന്ന ഒന്നാണ്. അതേസമയം അമേരിക്ക ഇങ്ങോട്ട് വളരെ ആഗ്രഹിച്ച കാര്യമാണ് ക്ഷീരമേഖലയിലേക്ക് കടന്നു വരണം. നമ്മുടെ ഏറ്റവും വലിയ തടസ്സവാദം എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാർഷിക ഉത്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുതെന്നായിരുന്നു. അത് അതേപടി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മേഖലയിൽ ഒരു പ്രോഡക്റ്റും വരുന്നില്ല. അതേസമയം അവിടുന്ന് ചില ഫ്രൂട്ട്സ്, അവിടെ മാത്രം കിട്ടുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ട്, അത് വൻ വിലയാണ് ഇവിടെ. ആ സാധനങ്ങൾ ഇന്ത്യയിൽ വരും. ഇവിടെ ആരും കൃഷി ചെയ്യാത്ത സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് എന്താ കുന്തം? ഇതൊക്കെ നടന്ന് നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞ് പണ്ട് കാർഷിക നിയമങ്ങൾ വന്ന സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയെ നിശ്ചലമാക്കിയതുപോലുള്ള ഒരു സമര സംവിധാനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും മോദിയെ ഒന്ന് വീഴ്ത്താം, ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാം, ഇറാനിലെ പോലെ എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കൊണ്ടെന്ന് അറിയിക്കണ്ടേ സാർ? ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ നരേന്ദ്രമോദി മറ്റേ അമേരിക്കക്കെതിരെ കീഴടങ്ങി, മറ്റവർക്കെതിരെ കീഴടങ്ങി, മറിച്ചവർക്കെതിരെ കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ വർത്താനമൊക്കെ അടിക്കും. ഇയാൾ ജീവിച്ചിരിക്കുന്നൊക്കെ ഇന്ത്യയിലെ ജനങ്ങളൊന്നും അറിയണ്ടേ? പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ ഒരു ഗുണവും ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്താണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ചെയ്തത്? വോട്ട് ജോലി എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ചായക്കടക്കാരനാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു.
ഇന്ത്യക്ക് വേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ചെയ്യുന്നില്ല. ഇദ്ദേഹം വോട്ട് ചോരി നടത്തിയതിനു ശേഷമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 8 നിലയിൽ കോൺഗ്രസ് പൊട്ടി, 58 നിലയിൽ BJP ജയിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഇപ്പൊ ഈ ഇടയ്ക്ക് അടുത്ത കാലത്ത് ഒരു വിവരമില്ലാത്ത ഒരുത്തം പറയുന്നതായിട്ട് 55 വയസ്സാണെങ്കിലും അയാൾ ഇപ്പോഴും യുവാവാണ്. ശരിയാണ്, കാരണം ബുദ്ധി വളർന്നിട്ടില്ലല്ലോ സാർ. ഒരു 10 വയസ്സായ കുട്ടിക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ആരുടെയൊക്കെ മുന്നിൽ അടിയറവ് പറഞ്ഞു. അത് വെറുതെ ഒന്ന് രാഷ്ട്രീയമൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. അമ്മുമ്മ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യയിലെ കറുത്ത അധ്യായം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ അച്ഛൻ ഇരുന്ന സമയത്ത് ഈ ചൈനയിലെ അതിർത്തികളിൽ സംഭവിച്ച കാര്യങ്ങളും മൊത്തം ഒന്നും പഠിച്ചു വരണം. ഇതൊന്നും പഠിക്കാതെ പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഇടയ്ക്കിടയ്ക്ക് മലേഷ്യയിലും കൊളംബിയയിലും ബാങ്കോക്കിലും ഒക്കെ പോയി കറങ്ങിയെടുത്ത് പിന്നെ ജോർജ് സോറസും മകൻ അലക്സാണ്ടർ സോറസും ഒക്കെ ആയിട്ട് ചില ഫോട്ടോയും ചില കാര്യങ്ങളും ഒക്കെ സംസാരവും ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇദ്ദേഹത്തിന്റെ ബ്ലഡിൽ ഇറ്റലിയുടെ രക്തമല്ലേ, ഇദ്ദേഹത്തിന് എങ്ങനെ ഇന്ത്യയോട് സ്നേഹം ഉണ്ടാകും? ഇത് ഇദ്ദേഹത്തിന്റെ 2ാം അമ്മയല്ലേ, പെറ്റമ്മ ഇറ്റലി അല്ലേ, പെറ്റമ്മയുടെ തന്നെ സ്നേഹം ഉണ്ടാവും, അത്രത്തോളം ഉണ്ടാവില്ലല്ലോ പോറ്റമ്മ. അപ്പൊ ഇദ്ദേഹം ഇവിടെ കിടന്ന് എന്ത് പറയുന്നതും ഇന്ത്യ വിരുദ്ധ പറയുന്നത്, ഇന്ത്യക്കാരനല്ലാത്ത ഒരുത്തൻ ഇന്ത്യക്കെതിരെ എന്ത് ശബ്ദിച്ചാലും നമ്മളത് വലിയ കാര്യം. ഇപ്പം ഷഹബാസ് ഷെരീഫ്, ഹസീം മുനീർ അവിടെ കിടന്ന് പിന്നെ കുറെ നമ്മൾ എന്തെങ്കിലും മൈൻഡ് ചെയ്തോ? നമ്മളെ അവിടെ കറാച്ചി നിന്ന് കത്തുന്നു ചാവേർ ആക്രമണം എന്നും പറഞ്ഞ അജ്ഞാതനെന്നും പറയുന്നത് എവിടെ നിന്ന് വന്ന ഏത് അജ്ഞാതനും നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബലൂചിസ്ഥാനും അതിന്റെ ഇടയ്ക്ക് കിടന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ആ മരണത്തിന്റെ ഉത്തരവാദിത്വം IS ഇന്ത്യയാണെന്ന് പറഞ്ഞു. IS-കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവന്മാരെ പിന്നെ കുത്തി യവന്മാര് തന്നെ സ്വയം ചാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇവന്മാരുടെ ഒരു എന്താ പറയുന്ന ഇവരെ ഒന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മള് ഇന്ത്യയെ കിടന്ന് രാഹുൽ ഗാന്ധി പിന്നെ എന്തെങ്കിലും വീട്ടിൽ താൻ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യും ഇല്ല. മോദി ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയാമോ, അതൊരു കൊച്ചു പയ്യൻ, അത് ബുദ്ധിയില്ലാത്ത പയ്യൻ, അതെന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് കാര്യമാക്കണ്ട. നമ്മളെ ഈ നീർക്കോലി പോലെയാണ്. നമ്മളെ ഉപദ്രവിച്ചില്ല പിന്നെ എന്തിനാ നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോകുന്നത്? നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്കൊന്നിപ്പോ മൂർഖനാണെങ്കിൽ കൊത്തിയാൽ നമ്മൾ വിവരം അറിയും. നീർക്കോലി കത്തിയ ഒരു ദിവസം ഒന്നാണ് താഴെ മുടങ്ങുക. അതിലപ്പുറയുടെ ഒന്നും സംഭവിക്കുക. ഇവിടെ ഖാലിസ്ഥാൻ തീവ്രവാദി ചെങ്കോട്ടയിൽ വന്ന് പിന്നെ കൊടി ഉയർത്താൻ നോക്കിയിട്ട് നടത്താത്തൊരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ സർക്കാരിനറിയാം ഇവരെയൊക്കെ എവിടെ നിർത്തണമെന്നുള്ളത്. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. ചില കാര്യങ്ങളില്ലേ ഇയാളുടെ ഒരു വിചാരം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതുപോലെ പാവപ്പെട്ട ചായക്കച്ചവടക്കാരനായി ഞാനെങ്ങനെ പ്രധാനമന്ത്രിയായി, അതുപോലെ ദളിത വിഭാഗത്തിൽ നിന്ന് വന്ന പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ വന്ന ഓം ബിർള വന്ന് എന്നെ ഭരിക്കാൻ വരുന്നു. ഞാനാരും നെഹ്റു കുടുംബത്തിന്റെ പടനായകൻ. അതെ, രാഷ്ട്രപതി എന്തോന്നു എന്നുള്ളതാണ്. ദ്രൗപദി പറഞ്ഞു അയ്യേ മയൂർഗഞ്ചിലെ ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇതൊന്നും പിടിക്കുന്നില്ല രാജകുമാരനും മഹാറാണിക്കുമെന്നും. ഇതാണ് സൂക്കേട്. അതിനാണ് ഇന്ത്യ അടിച്ച ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഡിബേറ്റിൽ ഈ ഇക്കണോമിക്സ് അല്പമെങ്കിലും അറിയാവുന്നവർ മുഴുവൻ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവർക്ക് ഇപ്പോഴും സംശയത്തിൻ്റെ ഒരു ഇതിൻ്റെ കുശുമ്പാണ്, പകയാണ് വാസ്തവത്തിൽ. മോദി ഇത്രയൊരെണ്ണം നേടിയത് ഇന്ത്യക്ക് അയാളുടെ ഭൂരിപക്ഷം ഗംഭീരമായിട്ട് കൂട്ടും. അതല്ല എന്ന് വരുത്തി തീർക്കാൻ പകലിനെ ഇരുട്ടാക്കി തീർക്കുകയാണ് ഈ ദുഷ്ടശക്തികളെല്ലാം. സാർ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമപ്രവർത്തനല്ലേ, കൊച്ചു ചേർക്കാനെല്ലാം പറയുന്ന സാർ വലിയ കാര്യമാക്കണ്ട. അതാ പിന്നെ അങ്ങനെ നമുക്ക് വിട്ടേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.